TGS വാർത്താ ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. തൃശൂർ ജില്ലയിലെ പ്രധാനപ്പെട്ട വാർത്തകൾ. പെരിങ്ങൽകൂത്ത് ഡാം തുറന്നു. പെരിങ്ങൽകൂത്ത് അണക്കെട്ടിൽ നിന്നുള്ള വെള്ളത്തിന്റെ അളവ് ക്രമീകരിച്ച് പുറത്തുവിടുന്നതിനാൽ ചാലക്കുടി പുഴയുടെ ഇരുവശങ്ങളിലുമുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പുകൾ. കനത്ത മഴയിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമായതിനെ തുടർന്ന് പുത്തൂർ, നെല്ലായി ഉൾപ്പെടെയുള്ള മേഖലകളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ സജ്ജമാക്കി ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു. അതിരപ്പള്ളിയിൽ നിയന്ത്രണം. ചാർപ്പയിലും അതിരപ്പള്ളിയിലും വെള്ളച്ചാട്ടം ശക്തമായതോടെ സുരക്ഷ മുൻനിർത്തി വിനോദസഞ്ചാരികൾക്ക് താൽക്കാലിക വിലക്ക് ഏർപ്പെടുത്തി. കുന്നംകുളത്ത് ഇന്നലെയുണ്ടായ വാഹനാപകടത്തിൽ 2 പേർ മരിച്ചു. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് മൃതദേഹം വിട്ടുനൽകി. 10 പേർക്കോളം പരിക്കേൽക്കുകയും ചെയ്തു. ഇരിഞ്ഞാലക്കുട ടൗൺ അർബൻ ബാങ്ക് സമരം. വായ്പാ ക്രമക്കേടുകളും സാമ്പത്തിക പ്രതിസന്ധിയും നേരിടുന്ന ബാങ്കിൽ നിന്ന് തങ്ങളുടെ നിക്ഷേപ തുക തിരികെ ലഭിക്കണമെന്നാവശ്യപ്പെട്ട് നിക്ഷേപകർ പ്രക്ഷോഭം ശക്തമാക്കുന്നു. കേരള ആരോഗ്യ ശാസ്ത്ര സർവകലാശാലയിൽ വിവിധ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി 4 സുപ്രധാന പദ്ധതികൾക്ക് തുടക്കമായി. നാട്ടാന പരിശീലന ശില്പശാല. തൃശൂർ വനവകുപ്പ് സാമൂഹിക വനവൽക്കരണ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ആനപ്പാപ്പമാർക്കായി നാട്ടാന പരിപാലനത്തെയും പെരുമാറ്റ രീതികളെയും കുറിച്ചുള്ള പ്രത്യേക ബോധവൽക്കരണ ശില്പശാല സംഘടിപ്പിച്ചു. കേരളത്തിൽ പെയ്തിറങ്ങിയ പ്രളയ സമാനമായ പേമാരി. സംസ്ഥാനത്ത് മഴക്കെടുതി രൂക്ഷമാകുന്നു. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 7 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയായിരുന്നു. കനത്ത മഴയെ തുടർന്ന് വിവിധ ജില്ലകളിലെ സ്കൂളുകൾക്കും കോളേജുകൾക്കും കളക്ടർ അവധി പ്രഖ്യാപിക്കുകയായിരുന്നു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തീരദേശങ്ങളിൽ ശക്തമായ ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് അധികൃതർ ജാഗ്രതാ നിർദ്ദേശം നൽകി. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി മേഖലകളിൽ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനിടയിലായതിനെ തുടർന്ന് ദുരന്ത നിവാരണ സേനയുടെയും ഫയർഫോഴ്സിന്റെയും നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം ഊർജിതമാക്കി. ആയിരക്കണക്കിന് ആളുകളെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. നഷ്ടപരിഹാരം ഉറപ്പു നൽകി. സർക്കാർ മഴക്കെടുതിയിൽ കൃഷിനാശവും മറ്റ് നാശനഷ്ടവും സംഭവിച്ചവർക്ക് അർഹമായ നഷ്ടപരിഹാരം ലഭിക്കുമെന്ന് റവന്യൂ വകുപ്പ് അറിയിച്ചു. പാർലമെന്റ് മൺസൂൺ സമ്മേളനം പ്രക്ഷുബ്ധം. വിവിധ വിഷയങ്ങളിൽ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് സഭാ നടപടികൾ തടസ്സപ്പെട്ടു. അതേസമയം ചെറുകിട ഇടതര വ്യവസായ ഭേദഗതി ബിൽ MSME അമെൻഡ്മെന്റ് ബിൽ ലോക്സഭ പരിഗണനയ്ക്കെടുത്തു. ആശാറാമിന് ഇടക്കാല ജാമ്യം അനുവദിക്കുവാൻ സുപ്രീം കോടതി വിസമ്മതിച്ചു. എന്നാൽ ചികിത്സാ സഹായത്തിനായി കെയർ ടേക്കറെ നിയമിക്കുവാൻ അനുമതി നൽകി. നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് CBI അന്വേഷണം കൂടുതൽ ശക്തമാക്കുന്നു. 2020-ൽ ചരിത്ര നേട്ടവുമായി ജോസ് ബട്ട്ലർ. 20 ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന താരമെന്ന ചരിത്ര റെക്കോർഡ് ഇംഗ്ലണ്ട് താരം ജോസ് ബട്ട്ലർ സ്വന്തമാക്കി. കീറോൺ പൊള്ളാർഡിന്റെ റെക്കോർഡാണ് മറികടന്നത്. അമേരിക്കൻ ഇമിഗ്രേഷൻ ചട്ടങ്ങളിൽ മാറ്റം വന്നിരിക്കുന്നു. അപൂർണമായ ഗ്രീൻ കാർഡ്, വർക്ക് പെർമിറ്റ് അപേക്ഷകൾ നേരിട്ട് നിരസിക്കുവാൻ ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർക്ക് അധികാരം നൽകുന്ന പുതിയ നിയമം പ്രാബല്യത്തിൽ വന്നു. ഇനി അവസാനമായി ഒരു രസകരമായ വാർത്ത. ഗ്ലാസ്ഗോയിൽ നിന്ന് അപ്രത്യക്ഷമായ ബോക്സർമാർ. ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസ് വേദിയിൽ നിന്ന് മത്സരം പൂർത്തിയാക്കിയതിന് പിന്നാലെ 5 കായിക താരങ്ങളെ ഉഗാണ്ട, പാകിസ്ഥാൻ സ്വദേശികൾ കാണാതായതായി റിപ്പോർട്ട്. സ്വന്തം ടീമിനൊപ്പം നാട്ടിലേക്ക് മടങ്ങാതെ ഇവർ മുങ്ങിയതായാണ് സംഘാടകരെയും പോലീസിനെയും വലയ്ക്കുന്നത്. അന്താരാഷ്ട്ര മത്സരങ്ങൾ പലപ്പോഴും ഇത്തരം മുങ്ങലുകൾക്ക് വേദിയാകാറുണ്ട്. ഈ വാർത്തയോടുകൂടി ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. മറ്റൊരു വാർത്തയുമായി നന്ദി, നമസ്കാരം.